ലോഹിദാസൊക്കെ അദ്ദേഹം എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു പടം എഴുതാൻ പോയിട്ട് എഴുതാണ്ട് പോകുന്നു ഞാൻ. വേറെ ഒന്നും കൊണ്ടില്ല, എനിക്ക് പെട്ടെന്നൊന്നും എടുത്തു തടാന്ന് പറഞ്ഞാൽ എടുത്തു തടാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ അത് കൃത്യം അതൊരു പ്രൊഫഷൻ എന്നുള്ള ഫീൽ നമുക്ക് വേണം. ചിലപ്പോൾ ഇത് നടക്കിപ്പോൾ ക്ലാസ്മേറ്റ്സിലെ പാട്ടൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ 3 പാട്ടുണ്ടായതാണ്. അത് ചില സമയമാണ്. ഇത് നമുക്ക് എൻ്റെ ഒരു കഴിവ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയില്ല കേട്ടോ. ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഇതിനു വേണ്ടി നമ്മൾ അനുഭവിച്ചൊരു വേദന എന്താണെന്ന് പലർക്കും അറിയില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പക്ഷേ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇദ്ദേഹം നല്ലൊരു പറഞ്ഞ പോലെ ഭാഷ അറിയാവുന്ന ഒരാളും കൂടെ അല്ലേ ലോഹിതനെ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്, ഞാൻ സാധാരണ ഗിരീഷുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഗിരീഷിനെ ചീത്ത പറയും. ഗിരീഷിന് വഴക്ക് പറഞ്ഞാൽ ഗിരീഷിന് വാശി കൂടും എഴുതാൻ, അപ്പോഴും കൂടും. അപ്പോൾ അങ്ങനെ വല്ല ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്താൽ എൻ്റെ ഇന്ന് അക്ഷരം പോലും കിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം അത് എന്തോ പിന്നെ ഞങ്ങളവിടെ വെച്ച് തന്നെ ഇവിടെയായിരുന്നു, ഷൊർണൂരായിരുന്നു, മറ്റേ നമ്മുടെ ചക്കരമുത്തിൽ. അങ്ങനെ പിന്നെ എഴുതാൻ അങ്ങനെ ഞാൻ പറഞ്ഞു 2 പേര് എല്ലാം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു ബോധമൊന്നുമില്ല. നമ്മൾ ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ 100 തുണി എടുത്തിടും. ഇത് എടുക്കാണ്ട് പോന്നു കഴിഞ്ഞാൽ കടക്കാരൻ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ 10 പാട്ട് എഴുതി കൊടുക്കും. അപ്പോഴത്തെ അത് ബോധിക്കണം. അത് ഷാഫിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവിത എഴുതുന്ന പോലെ അല്ല ശരത്തെ പാട്ട്. കവിത ശരത്തിന് ഇഷ്ടമുള്ള പോലെ എഴുതാം, ഇഷ്ടമുള്ള വാക്ക് വയ്ക്കാം, എത്ര വരിയും പെടുത്താം, വായിക്കാൻ കൊടുക്കാം. അവർ വായിക്കാണ്ടിരിക്കുക, അത് ശരത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എഴുതി വെച്ചു. യോജിക്കാം. പക്ഷേ സിനിമ പാട്ടതല്ല, കേൾക്കുന്നവൻ്റെയാണ്, എഴുത്തുകാരൻ്റെ അല്ല. കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് പല എലമെൻറ്റും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. ശരത്തിൻ്റെ മാത്രം ചിന്തയായിരിക്കില്ല. സംഗീതത്തിൻ്റെ എലമെൻറ്റ്, ക്യാമറാമാൻ്റെ എലമെൻറ്റ്, സംവിധായകൻ്റെ എലമെൻറ്റ്, അത്രയും പേരും കൂടെ ഇതിനകത്തേക്ക് ഇടപെടും. ആ ഇടപെടലാണ്, ഇത്രയും പേരുടെ ഇടപെടലാണ് ഒരു പാട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പിടിവാശിയിൽ നിന്നൊരു കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് തിരിച്ചറിയണം. കാര്യം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്, വായിക്കുന്നവർക്ക് വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് അത് എല്ലാത്തരം അലക്സ് പറയും എപ്പോഴും എന്നോട്, എടോ താനൊരു പാട്ട് എഴുതുമ്പം എൻ്റെ മകൻ അന്ന് അർജുനൻ ഏറ്റവും തീരെ ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോൾ അവനും ഇഷ്ടപ്പെടണം, ONV സാറിനും ഇഷ്ടപ്പെടണം എന്ന് പറയും അലക്സ് പറയും. അലക്സ് അധികം ഈ പറഞ്ഞ പോലെ ലിറിക്കിലൊന്നും അങ്ങനെ ഇടപെടുന്നില്ല. ആ കാര്യം അലക്സ് തന്നെ പറയും, ഞാനങ്ങനെ വലിയ വായനക്കാരനൊന്നുമല്ല, എല്ലാവരും പറഞ്ഞു കേട്ട് പലരുടെ പുസ്തകം പുഴുവിനെ പോലെ തന്നെ പോലും ഞാൻ വായിച്ച് വെള്ളം ഉണ്ടാക്കുന്നതൊന്നുമല്ല. പക്ഷേ എനിക്കും ഒരു സജഷൻ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള അവകാശമുണ്ടല്ലോ, അങ്ങനെ പറയും അലക്സ്. നിങ്ങളുടെ കോംബോ എല്ലാം സക്സസ് ആയിരുന്നു. അലക്സ് പോൾ, വയലാർ. എന്താണെന്നറിയില്ല. അത് ലാലേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണം, ഈ നന്നായിട്ട് ഇണങ്ങി വരുന്നവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയുകയാണെങ്കിലും പിണങ്ങി പിരിയരുത്, അങ്ങനെ അവസ്ഥ ഉണ്ടാക്കരുത് ഞങ്ങളുടെ ആദ്യമേ പറയുമായിരുന്നു. കാര്യം നല്ലതായിട്ട് ഒരു ജോഡി വന്നാൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം, അത് സ്വാഭാവികമാണ്. അതിൻ്റെ കാര്യമില്ല, എല്ലാ മേഖലയിലുള്ള ആണല്ലേ, അത് ഇതിനകത്ത് ഉണ്ടാകാം. കാര്യം ഈ പറഞ്ഞ ഇതൊരു അസൂയ നമുക്ക് കിട്ടുന്നൊരു മേഖലയാണ്. ഒരേ സമയത്ത് അത്യാവശ്യം ഇപ്പോൾ 1 മാസം ഞാനൊക്കെ ആദ്യം പടത്തിന് പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 മാസം പോയി ജോലി ചെയ്താൽ കഷ്ടപ്പെട്ട് ഓവർ ടൈം ഒക്കെ ഉൾപ്പെടെ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ ഒരു 2 ഇരട്ടിയൊക്കെ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ ആ പീരീഡ് പറയും. മറ്റേത് 1 മാസത്തെ അല്ലലാണ്, ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്തത്. അതിനേക്കാൾ ഈ 10 ചിലപ്പോൾ 4-5 ദിവസം, ചിലപ്പോൾ 10 ദിവസത്തിന് അതിൻ്റെ ഇത് കിട്ടുമ്പം ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ മാസം പാട്ടത് തന്നെ. കാര്യം നമ്മൾ 1 മാസം അലഞ്ഞതിൻ്റെ ഇരട്ടി പൈസ 5 ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കിട്ടില്ലേ, നമുക്ക് 20-25 ദിവസം നമുക്ക് വെറുതെ ഇരിക്കാം എന്ന് പറയുന്നൊരു നിഷ്കളങ്കത ഉണ്ടായതോടെ. ഇപ്പം ഇതിനങ്ങനെ ഒരു ഇതുണ്ട്, പണവും നമുക്ക് കിട്ടും, പേരും കിട്ടും. പക്ഷേ എഴുതാൻ പറ്റാത്ത നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും എന്തുകൊണ്ടും എഴുതാൻ കഴിയുന്നവർ അവരുടെ കഴിവിനെ അങ്ങ് ഇപ്പോൾ കവി എന്നൊരവസ്ഥയുണ്ടല്ലോ. കവിക്ക് ഇപ്പോൾ വയലാറിനെ കുറിച്ചൊന്നും ഉണ്ടാകുന്നൊരു പരാതി അതായിരുന്നല്ലോ. വയലാർ കാവ്യലോകം വിട്ടിട്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ്. പാട്ടെഴുത്തുകാരൻ എന്നുള്ളൊരു തരംതാണ കാറ്റഗറിയിലേക്ക് വയലാറിനെ എഴുതിത്തള്ളി. അപ്പോൾ കവികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്നവർ, അവർ കുറേ കൂടെ ഭാഷയും അല്ലെങ്കിൽ എന്തിനേയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. സിനിമയിലൊക്കെ അങ്ങനെ സീരിയസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം ഓപ്ഷൻസ് കണ്ടുവയ്ക്കണം, വാക്കുകൾ. ചിലപ്പോൾ ആ വാക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വാക്കായിരിക്കും, അപ്പോൾ അതിന് കാര്യമില്ല. പക്ഷേ അതേപോലെ നല്ല വാക്ക് മനസ്സിലായിട്ട് മീറ്റിലൊന്നും കണ്ടുപോകുന്ന ദുരന്തം ഉണ്ടല്ലോ, അതും ഒരു ദുരന്തം. അത് എനിക്ക് ഏറ്റവും അധികം സഹായകരമായത്
മലയാളം അറിയാത്ത രണ്ടുപേരാണ്, വിദ്യാസാഗർ സാറും ഇളയരാജ സാർ. രാജാ സാറ് ബേസിക്കലി ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഒരു കവിയാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ഞങ്ങൾ അഞ്ച് പടം ചെയ്യുന്നു സാറുമായിട്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ മീറ്ററിങ്ങിൻ്റെ പ്രശ്നം വരും, ഉണ്ടാവുമല്ലോ പാടി വരുമ്പം. അപ്പം ചിലപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ചില വാക്ക് പാരവപാടുന്ന ദൂരയിലേക്ക് ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ ആ വാക്ക് മാറ്റേണ്ട സ്ഥലത്ത് ഞാൻ അവിടെ ട്യൂൺ ചെയ്തോളാം. ഇത് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഭാഷയെ അന്യഭാഷക്കാരൻ തൊഴുന്നതിന് തുല്യമാണ്. അപ്പം അതിന് നമ്മൾ കാരണക്കാരായെന്നുള്ള സുഖമുണ്ടല്ലോ. അപ്പം ഭാഷയെ വേറെ ആൾ മാനിക്കപ്പെടാൻ എൻ്റെ ഒരു വാക്കിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയതാണെങ്കിലും കൊടുക്കുന്നൊരു ഒരു മാന്യതയുണ്ടല്ലോ, അത് സന്തോഷമാണ്. പക്ഷേ അതേപോലെ മറിച്ചുകൊണ്ട് ഭാഷ അറിയാൻ അതൊന്നും മനസ്സിലാകണില്ല ചേട്ടാ എന്ന് പറയുന്നവരുമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ചില സൗണ്ടിങ് രീതിയാണ് ഇപ്പോൾ, സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. കാര്യം അനുനാസികം മലയാളത്തിന് വളരെ പ്രാധാന്യം, സംഗീതത്തിന് ഇതിങ്ങനെയുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാൻ സുഖം എന്നൊക്കെ വരുമ്പോഴാണ് കുഴപ്പം, പ്രശ്നമാണ് പഠിത്തം വരണത്. പക്ഷെ അവർ പറയുന്നത് തെറ്റില്ല. അപ്പം പക്ഷെ വേറൊരു ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഈ എഴുത്തുകാരനാണ്. അതെ. ഇപ്പോൾ സംഗീതത്തിന് സൗണ്ടിങ് വാക്ക് കിട്ടിയില്ല, പക്ഷെ മീറ്റർ ഒപ്പിച്ച് നമ്മളൊരു പാട്ട് എഴുതി ഒരു ഇമേജ് ഉണ്ടാക്കണം, അതിനകത്ത് ചിത്രം ഉണ്ടാക്കണമല്ലോ പാട്ടിന്. ഇത് കൊടുക്കുകയും വേണം. അത് എഴുതിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കാശൊക്കെ മേടിച്ച് സ്വത്തടിക്കുമ്പോഴായിരിക്കും വിളി, ചേട്ടാ പാട്ടുകാരന് ഹാ വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. അദ്ദേഹത്തിന് ഹാ വരാത്തത് നമ്മുടെ കുഴപ്പമാണ്. അദ്ദേഹത്തിന് ഹാ പാടണം. ഒരു ഗായകൻ നിലയ്ക്ക് എല്ലാ അക്ഷരവും പറയാനുള്ളൊരു അതോടെ ഞാൻ പറഞ്ഞു, അതും ഒന്നും കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാലഘട്ടം മലയാളത്തിനെ പുറകോട്ട് വെച്ച് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബഭാ എന്ന് എത്ര പേര് പറയും, ഭരണി പറയുന്നത് ഭരണിയാണ് കേൾക്കുന്നത്. ഭയങ്കരം, വളരെ കുറച്ച് പേര് ഭയങ്കരം ഒക്കെ ബായായിട്ട് മാറുക. അപ്പോൾ അവിടെയും നമ്മൾ ഇത് അനുഭവിക്കണം. അവിടെ വരെ നമ്മൾ എന്നാൽ അറിയപ്പെടും. ഒരു പാട്ടിൻ്റെ 100 ദിവസം ആഘോഷിച്ചൊരു പരസ്യം വരുമ്പം പാട്ടെഴുത്തുകാരൻ്റെ പേര് കാണില്ല. സംഗീത സംവിധായകനും ഗായകൻ്റെയും പേര് എല്ലാവരും എടുക്കും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ സാധനം വരികളില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്താ പ്രസക്തി ഞാൻ ആലോചിക്കണം. ഷഹബാസമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വേറൊരു വോയിസ് ഉണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വര മഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം എന്നുള്ള ശരത്തേക്കൻ്റെ വരികൾ പാടുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ജുളാംഗിയൊക്കെ ഭാവഗായകൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ചേരുന്നൊരു മനുഷ്യൻ. അത് സ്റ്റേജിലൊക്കെ വന്നിട്ട് അതിന് വേറൊരു പാടുമ്പോഴേ വേറൊരു സ്ഥലം കൂടെ ദാസേട്ടനൊക്കെ ചെയ്യും കേട്ടോ. ആഴിയലയാഴി എന്നുള്ള പാട്ട് ദത്തുപുത്രനല്ലേ, സുനാമി വന്നു സിനിമാ താരങ്ങൾ, സിനിമാ ലോകം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇന്ന് ഗാനങ്ങൾ നടത്തി. അന്ന് ആഴിയലയാഴി അപാരതേ ആ വിജനതയ്ക്ക് വേറൊരു സാധനം കൊടുത്തു. അന്ന് സിനിമയ്ക്ക് വേണ്ടി അപാരതയെന്നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാൻ ആ പതിയൻ. പക്ഷെ അന്ന് പാടിയപ്പം ആ വിജനതയിലൊരു ചെറിയ വേദന ചേർത്തത്. ഭാഷ അറിയാവുന്നവൻ പറയുമ്പോൾ അതല്ലേ ഭാഷയോട് ജയചന്ദ്രനൊക്കെ ആണല്ലോ ഏറ്റവും ഭാഷ അറിയാം, വാക്കറിയാം. ആ വാക്ക് അതൊക്കെ ഒതുക്കുന്നിടത്തൊക്കെ ഒതുക്കുന്നുണ്ടല്ലേ, നല്ല രസമാണത്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, ആ മാരനുണ്ടല്ലോ, അവർ എന്തൊക്കെ അവന് ബാക്കി വല്ലതും കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തേച്ച് മിനിക്ക് അവനെ വിളിക്കലാക്കും. അതൊരു ഭാഗ്യമല്ലേ, ഒരു വാക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണത്, അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. കാര്യം എഴുതി വെച്ചതിനേക്കാൾ ഇപ്പം നേരത്തെ പറഞ്ഞാൽ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമുണ്ടത് എന്ന് ഒരാൾ പാടിയും സംഗീതം ചെയ്തും പറഞ്ഞും കേൾക്കുമ്പം ഒരു എഴുത്തുകാരന് കിട്ടുന്നൊരു അംഗീകാരമുണ്ട്, വളരെ വലുതല്ലേ.